ഹലോ ഗൈസ്, നമ്മുടെ കോളേജിൽ ഇന്ന് ഫൈൻ ആർട്സ് ആണ് കേട്ടോ. അപ്പോൾ ചീഫ് ഗസ്റ്റിന് കേട്ടോ, ചീഫ് ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഞങ്ങളെല്ലാവരും. അവനെ കുറേ നേരം നോക്കി എന്നിട്ട് ആളെത്തി. ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, നമ്മുടെ സ്വന്തം ജീപ്പി ചേട്ടൻ. എല്ലാവർക്കും ടാറ്റയ്ക്ക് തന്നിട്ട് ആൾ സ്റ്റേജിലേക്ക് എത്തി. സ്റ്റേജിലെത്തിയിട്ട് ഇനോഗ്രൽ ഫംഗ്ഷനൊക്കെ നടന്നു കേട്ടോ. ഇനോഗ്രൽ ഫംഗ്ഷൻ നടന്നിട്ട് പിന്നെ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അല്ലു അർജുൻ സാറിനായിട്ടുള്ള കമ്പനീനെയൊക്കെ പറ്റിയിട്ട് ചോദിച്ചിരുന്നു കേട്ടോ. എനിക്ക് കാണാനുള്ള ആഗ്രഹമുണ്ട്. വളരെ തിരക്കുള്ള മനുഷ്യനാണ് ഞാൻ. അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറിൽ പോലും അല്ല അദ്ദേഹം. അദ്ദേഹം ഒരു പാനിൻ്റെ ആക്ടറാണ്. അന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു 10-30 സെക്യൂരിറ്റി ഗാർഡ്സ് പോലും അദ്ദേഹത്തിന് കൂടിയിട്ടുണ്ട്. ഞാൻ പോകാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് ഗോപിയെ പരിചയപ്പെടുത്തണം എന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹം അങ്ങനെ കേരളത്തിലേക്ക് ഏറ്റവും വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇൻട്രാക്റ്റീവ് സെഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കോളേജിലത്തെ ഒരു കുട്ടി ജീപ്പി ചേട്ടനെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ചേച്ചി സ്റ്റേജിലേക്ക് വന്നു. ആൾക്കത് കൊടുത്തു. എന്നിട്ട് ജീപ്പി ചേട്ടൻ്റെ വക ഒരു പാട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ കൂട്ടിയിട്ട് തേങ്ങാക്കൊല പാട്ട് പാടാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൾ പറഞ്ഞപ്പോൾ എളിച്ചേച്ചില്ലാണ്ട് അത് വൈബില്ലാന്ന്. അങ്ങനെ ആൾ ഈ പാട്ടൊക്കെ പാടി. അങ്ങനെ ആ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ഇനോഗ്രൽ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ആൾ തിരിച്ചു പോകട്ടോ. എല്ലാവർക്കും നീട്ടി ടാറ്റ കൊടുത്തിട്ട് ആളങ്ങനെ അവിടെ നിന്ന് പോയി. പിന്നെ നമ്മുടെ കോളേജിലെ പരിപാടികൾ തുടങ്ങി. ആദ്യം കുച്ചിപ്പുടി ആയിരുന്നു, പിന്നെ ഭരതനാട്യം ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ഓരോ പരിപാടികൾ. അത് ആദ്യത്തെ ദിവസമായിട്ടാ. ഇനി നാളെ വേറെ പരിപാടികളുണ്ട്. അത് കഴിഞ്ഞ് മാർഗ്ഗംകളി കലക്കി പൊളിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് നാടൻ പാട്ടുണ്ടായിരുന്നു. അവസാനത്തെ പരിപാടി അതായിരുന്നു. അങ്ങനെ നാടൻ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടാ. ഇനി നാളെ അടുത്ത പരിപാടികൾ.